സ്റ്റാർട്ട് ചെയ്തു സർ. ഓക്കെ, സോ നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ നിർത്തിയത് റൈസിന്റെ പ്രോസസ്സിംഗ്, അതുപോലെ അതിന്റെ മറ്റു ഡീറ്റെയിൽസ്, ബൈ പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്, മില്ലിങ്. സോ ഇന്ന് നമുക്ക് കണ്ടിന്യൂ ചെയ്യാനുള്ളത് സെയിം തന്നെ വിത്ത് റിലേഷൻ ടു വീറ്റ്, മില്ലറ്റ് ആൻഡ് ഓയിൽ സീഡ്സ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ലെറ്റ് us സ്റ്റാർട്ട് വിത്ത് വീറ്റ് പ്രോസസ്സിംഗ്. വീറ്റിന്റെ ജനറൽ കാര്യങ്ങൾ, അതിന്റെ സ്ട്രക്ചർ, അതിലുള്ള കെമിക്കൽ കോമ്പോസിഷൻ ഒക്കെ നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ തന്നെ പഠിച്ചതാണ്. നമുക്ക് കുറച്ച് സ്പെസിഫിക് ആയിട്ട് വീറ്റിൽ മാത്രം, സീരിയൽ ക്രോപ്സിൽ തന്നെ വീറ്റിന് സ്പെസിഫിക് ആയിട്ട് വരുന്ന കാര്യങ്ങൾ മാത്രമേ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനുള്ളൂ. സോ റിഗാർഡിംഗ് ദ സ്റ്റോറേജ് ഓഫ് വീറ്റ്, നമുക്കറിയാം എല്ലാ ക്രോപ്സിനും ഉള്ള പോലെ തന്നെ നമ്മൾ പ്രോപ്പർ സ്റ്റോറേജ് ചെയ്യാതിരുന്നാൽ വരുന്ന പ്രശ്നങ്ങൾ വീറ്റിനും വളരെ സിമിലർ തന്നെയാണ്. ഇൻസെക്ട് അറ്റാക്കും, മോയ്സ്ചർ ഡാമേജും, മോൾഡും അതുപോലുള്ള പ്രോബ്ലംസ് തന്നെയാണ് വീറ്റ് പ്രോസസ്സിംഗിലും വരുന്നത്. സോ മറ്റേതൊരു സീരിയലോ പൾസോ ക്രോപ്പ് പോലെ തന്നെ നമ്മൾ സ്റ്റോറേജ് ഓഫ് വീറ്റിലും നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ടുണ്ട്. ലൈക്ക് ദ മോയ്സ്ചർ കണ്ടന്റ്. എപ്പോഴും നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് മോയ്സ്ചർ കണ്ടന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ 20%. ആൻഡ് നമ്മൾ ഡ്രൈ ചെയ്തിട്ട് സ്റ്റോർ ചെയ്യേണ്ട മോയ്സ്ചർ കണ്ടന്റ് എന്ന് പറയുന്നത് 12.5% ആണ്. ഓക്കെ, സോ സേഫ് സ്റ്റോറേജിന് വേണ്ട മോയ്സ്ചർ കണ്ടന്റ് ഓഫ് വീറ്റ് എന്ന് പറയുന്നത് 12.5%. ഹാർവെസ്റ്റിംഗ് ടൈമിലുള്ള മോയ്സ്ചർ കണ്ടന്റ് എന്ന് പറയുന്നത് ലെസ് ദാൻ 20% ആണ്. ഇനി നമ്മൾ ഇങ്ങനെ സ്റ്റോർ ചെയ്തിട്ടുള്ള വീറ്റിനെ നമ്മൾ മില്ലിംഗ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് ഫൈനലി നമ്മൾ യൂസ് ചെയ്യുന്നത് വീറ്റ് ഫ്ലോർ ആയിരിക്കും, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് വേറെ എന്തെങ്കിലും പ്രൊഡക്റ്റ്, അതിന്റെ സെമോലീനയോ അല്ലെങ്കിൽ വീറ്റിന്റെ ഫ്ലേക്സോ എന്തെങ്കിലും പ്രൊഡക്റ്റ് ആയിട്ട് നമ്മൾ വീട്ടിന് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഗ്രെയിൻസിനെ മില്ല് ചെയ്തെടുക്കണം എന്ന് പറയുന്ന കാര്യം വളരെ അത്യാവശ്യമാണ്. സോ മില്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ അതിന്റെ ഔട്ടർ ഹസ്കും അതുപോലെ ബ്രാനും ഒക്കെ റിമൂവ് ചെയ്തിട്ട് നമുക്ക് അതിന്റെ ഉള്ളിലുള്ള എൻഡോസ്പേമിനെ കളക്ട് ചെയ്യുന്ന പ്രോസസ്സിനാണ് നമ്മൾ മില്ലിംഗ് എന്ന് പറയാം. അപ്പൊ ഈ വീറ്റിന്റെ കേസിലും നമ്മൾ മില്ലിംഗിൽ എന്താ ചെയ്യുന്നത്? നമ്മൾ ക്ലീൻ ചെയ്ത് ടെമ്പർ ചെയ്ത വീറ്റിനെ അതിന്റെ ഔട്ടർ ഹസ്ക് റിമൂവ് ചെയ്തിട്ട് ഉള്ളിലുള്ള എൻഡോസ്പേമിനെ മാത്രം കളക്ട് ചെയ്തെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, സോ ട്രഡീഷണൽ മെത്തേഡ് ഓഫ് വീറ്റ് മില്ലിംഗ് ഉണ്ട്, മോഡേൺ മെത്തേഡ് ഓഫ് വീറ്റ് മില്ലിംഗ് ഉണ്ട്. ട്രഡീഷണൽ മില്ലിംഗ് മെത്തേഡ് എന്ന് പറയാൻ നമ്മൾ മോട്ടർ ആൻഡ് പെസിൽ, അതേ ആ ഒരു കൈൻഡ് ഓഫ് എക്വിപ്മെന്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പഴയ കാലങ്ങൾ ചെയ്തു പറഞ്ഞ അതേ കാര്യങ്ങളാണ് നമ്മൾ ട്രഡീഷണലിൽ വരുന്നത്. ഇനി മോഡേൺ മില്ലിംഗ് മെത്തേഡ്സ് വരുമ്പോൾ അവിടെ കുറച്ചുകൂടി ഇംപ്രവൈസ്ഡ് ആയിട്ടുള്ള മെഷീൻസ് ഉണ്ട്, ലൈക്ക് സിലിണ്ടേഴ്സോ റോളർ മിൽസോ ഒക്കെ ഇട്ട്. നമ്മൾ ചില റൈസിന്റെ കേസിൽ പഠിച്ചു, എമറി റോളേഴ്സ് ഉണ്ട്, പോളിഷേഴ്സ് ഉണ്ട് എന്നൊക്കെ പഠിച്ചു. റൈസ് കമ്മിങ് ടു വീറ്റിന്റെ മില്ലിംഗിലും നമുക്ക് മോഡേൺ മില്ലിംഗിൽ ഒരുപാട് എക്വിപ്മെന്റ്സ്, ഒരു സീരീസ് ഓഫ് എക്വിപ്മെന്റ്സ് തന്നെ നമുക്ക് മില്ലിംഗ് ഓഫ് വീറ്റ്സിന് അവൈലബിൾ ആണ്. സ്റ്റാർട്ടിംഗ് ഫ്രം സ്റ്റോറേജ് ബിൻ ടു നമ്മുടെ ഡെസ്പാച്ചിന്റെ ഇടയിൽ ഒരുപാട് മെഷീനും കാര്യങ്ങളും അതിൽ വരുന്നുണ്ട്. മാഗ്നറ്റിക് സെപ്പറേറ്റേഴ്സ് വരുന്നുണ്ട്, ആസ്പിറേറ്റേഴ്സ് വരുന്നുണ്ട്, റിഡക്ഷൻ റോളേഴ്സ് വരുന്നുണ്ട്, സിഫ്റ്റേഴ്സ് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഓരോ മെഷീന്റെയും ഡീറ്റെയിലേക്ക് നമുക്ക് പോകണ്ട. അങ്ങനെ ഒരുപാട് മെഷീനറീസിന്റെ ഒരു കോമ്പിനേഷൻ ആണ് ഈ ഒരു മോഡേൺ മില്ലിംഗ് മെഷീനിൽ വരുന്നത് എന്നാണ് പറയുന്നത്. ഇനി ട്രഡീഷണൽ മില്ലിംഗ് ആണെങ്കിൽ നമുക്കറിയാം, ഈ പിക്ചറിൽ കാണുന്ന പോലെ മോട്ടർ ആൻഡ് പെസൽ സെറ്റപ്പ് ആണ് ഒരു ട്രഡീഷണൽ മില്ലിംഗ് എക്വിപ്മെന്റ് എന്ന് പറയുന്നത്. ട്രഡീഷണൽ മില്ലിംഗിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, നമുക്ക് അതിൽ ഈ ട്രഡീഷണൽ മെത്തേഡിൽ കിട്ടുന്ന എക്സ്ട്രാക്ഷൻ റേറ്റ് എന്ന് പറയുന്നത് 90 to 95% ആണ്. മാത്രമല്ല ഓൾമോസ്റ്റ് എല്ലാ ന്യൂട്രിയൻസും തന്നെ നമുക്ക് അതിൽ റീറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മൾ ഈ ഒരു മോഡേൺ മില്ലിംഗ് നോക്കുകയാണെങ്കിൽ ഒരു സ്റ്റേഷൻ നമ്മൾ നെക്സ്റ്റ് സ്റ്റേഷനിൽ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. അപ്പൊ അവിടെ ഒരുപാട് ലോസസ് വരുന്നുണ്ട്. പക്ഷെ നമ്മൾ ട്രഡീഷണൽ ആകുമ്പോൾ അങ്ങനെ ലോസസും കാര്യങ്ങളും വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് 90 to 95% എക്സ്ട്രാക്ഷൻ റേറ്റും കിട്ടുന്നത്. ഓക്കെ, നമുക്ക് മില്ലിംഗ് ഓഫ് വീറ്റിൽ നമുക്ക് രണ്ട് മെത്തേഡ് ഉണ്ട്, ട്രഡീഷണൽ മില്ലിംഗും മോഡേൺ മില്ലിംഗും. ട്രഡീഷണൽ മില്ലിംഗ് മോട്ടർ ആൻഡ് പെസിലാണ്. മോഡേൺ മില്ലിംഗിൽ വി ഹാവ് ലോട്ട്സ് ഓഫ് എക്വിപ്മെന്റ് സ്റ്റാർട്ടിംഗ് ഫ്രം റെസിപ്രോക്കേറ്റിംഗ് സ്ക്രീൻസ് തൊട്ടിട്ട് നമ്മൾ അതിന്റെ ക്ലീനിങ്ങും കാര്യങ്ങൾക്കും, സൈസ് സെപ്പറേഷനും തൊട്ടിട്ട് ആസ്പിറേഷൻ തൊട്ടിട്ട് നമുക്ക് ഒരുപാട് മെഷീൻസ് ഈ ഒരു പർപ്പസിന് അവൈലബിൾ ആണ്. ഇനി നമ്മൾ ഗ്രെയിനിന്റെ ക്ലീനിങ്ങിനെ പറ്റി പറഞ്ഞു. ഗ്രെയിൻ ക്ലീനിങ് ഒരു പ്രിലിമിനറി സ്റ്റെപ്പ് ആയിട്ട് വരുന്നതാണ് ഗ്രെയിൻ ക്ലീനിങ് എന്ന് പറയുന്നത്. ഈ ഗ്രെയിൻ ക്ലീനിങ്ങിന്റെ സമയത്ത് നമ്മൾ ചെയ്യുന്നത് അതിലുള്ള ഇംപ്യൂരിറ്റീസ് അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും അൺവാണ്ടഡ് ആയിട്ടുള്ള ഫോറിൻ മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ അതിനെയൊക്കെ റിമൂവ് ചെയ്യുക. അതുപോലെ തന്നെ ബ്രോക്കൺസ് ഉണ്ടെങ്കിൽ, നമുക്ക് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള കേണൽ ഇല്ല, ബ്രോക്കൺ ആയിട്ടാണ് അല്ലെങ്കിൽ ഡാമേജ്ഡ് ആണ്, അല്ലെങ്കിൽ അതിന്റെ കളർ ചേഞ്ചസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രെയിൻ ക്ലീനിങ് ഉള്ള സ്റ്റെപ്പ് കൊണ്ടുവരുന്നത്. അപ്പൊ ഇനീഷ്യലി നമ്മൾ ആ സ്ക്രീൻസ്, മൂന്നാമത്തെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മൂന്നാമത് നമ്മൾ സ്ക്രീൻസിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ സ്ക്രീനിൽ നമ്മൾ ഇട്ട് കൊടുത്താൽ നമുക്ക് ഗ്രെയിൻസിനെ ക്ലീൻ ആയിട്ട് കിട്ടും. പിന്നെ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വീറ്റ് പ്രോസസിംഗ് വരുന്ന ഒരു സ്റ്റെപ്പാണ് കണ്ടീഷനിങ് അല്ലെങ്കിൽ ടെമ്പറിംഗ്. അപ്പൊ നമുക്ക് അറിയാം ഓൾറെഡി കണ്ടീഷനിങ് അല്ലെങ്കിൽ ടെമ്പറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താണ്, നമ്മൾ വാട്ടർ ഒന്നെങ്കിൽ ആഡ് ചെയ്യുക അല്ലെങ്കിൽ റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ എന്തിനു വേണ്ടിയിട്ടാണ് ഈ വാട്ടർ ആഡ് ചെയ്യും റിമൂവ് ചെയ്യും ചെയ്യുന്നത്?
ഇറ്റ് ഇസ് ടു ഒബ്റ്റെയിൻ ഡിസൈർഡ് മോയ്സ്ചർ കണ്ടന്റ് ഇൻ ദ ഗ്രെയിൻ. നമുക്ക് ഇനി അങ്ങോട്ടുള്ള സ്റ്റെപ്പുകളിലൊക്കെ നല്ല ഈസി ആയിട്ട് മില്ലിങ് അല്ലെങ്കിൽ ഇനിയുള്ള ഓപ്പറേഷൻസ് ചെയ്തെടുക്കണമെങ്കിൽ നമ്മൾ അതിലേക്ക് ഒരു ഡിസൈർഡ് മോയ്സ്ചർ കണ്ടന്റിലേക്ക് എത്തിക്കണം. കണ്ടീഷനിങ് അല്ലെങ്കിൽ ടെമ്പറിംഗ് എന്ന് പറയുന്ന സ്റ്റെപ്പ് ഈ ഒരു മോയ്സ്ചർ കണ്ടന്റ് നമുക്ക് വേണ്ട ലെവലിലേക്ക് എത്തിക്കുന്ന പ്രോസസ്സിനെയാണ് കണ്ടീഷനിങ് അല്ലെങ്കിൽ ടെമ്പറിംഗ് എന്ന് പറയാം. ഈ ഒരു സ്റ്റെപ്പിൽ നമുക്ക് ഒന്നെങ്കിൽ മോയ്സ്ചർ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ മോയ്സ്ചർ റിമൂവ് ചെയ്യാം. അങ്ങനെ നമ്മൾ ക്ലീൻ ചെയ്ത് ടെമ്പർ ചെയ്ത ഗ്രെയിൻസിനെ നമ്മൾ പിന്നെ ബ്രേക്ക് ചെയ്യണം. ബ്രേക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രേക്ക് റോൾസ് കൂടെ സെറേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്ലെയിൻ റോളേഴ്സിന്റെ ഇടയിൽ കൂടെ നമ്മൾ ഈ ഗ്രെയിനിനെ പാസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഈ രണ്ട് റോളേഴ്സിന്റെയും മോഷൻ കാരണം ഇതിന്റെ ഇടയിൽ ഒരു പ്രസ്സിംഗ് വരികയും നമ്മുടെ ഗ്രെയിന് ക്രാക്ക് ആയി കിട്ടുകയും ചെയ്യാണ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ലൈറ്റർ ഇംപ്യൂരിറ്റീസിനെ അല്ലെങ്കിൽ ഫൈൻ പാർട്ടിക്കിൾസിനെ ഒക്കെ എലിമിനേറ്റ് ചെയ്യണമെങ്കിൽ, ചാഫിനൊക്കെ സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ ആസ്പിറേഷൻ യൂസ് ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെഷീനാണ് സിഫ്റ്റിംഗ് മെഷീൻ അല്ലെങ്കിൽ സിഫ്റ്റേഴ്സ് എന്നൊക്കെ പറയും. സോ ഈ ബ്രേക്ക് റോൾസിന് വരുന്ന കഴിയുന്ന വീറ്റിന്റെ പാർട്ടിക്കിൾസിനൊക്കെ ഈ സിഫ്റ്റേഴ്സിലൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എയർ ആസ്പിറേഷൻ കൊടുക്കുന്നത് വഴി അതിലുള്ള ഷാർപ്പ് പാർട്ടിക്കിൾസോ അല്ലെങ്കിൽ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഇംപ്യൂരിറ്റീസിനൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ 4 സ്റ്റെപ്പുകളാണ് നമ്മൾ പഠിച്ചത്: ക്ലീനിങ്, കണ്ടീഷനിങ് അല്ലെങ്കിൽ ടെമ്പറിംഗ്, ബ്രേക്കിംഗ്, സിഫ്റ്റിംഗ്. ഇനി നമുക്ക് ഡീറ്റെയിലേക്ക് നോക്കാം. ക്ലീനിങ് നമ്മൾ പറഞ്ഞു, സ്ട്രോ, ഷാഫ്, സ്റ്റിക്ക്, വീറ്റ് സീഡ്സ് അല്ലെങ്കിൽ അത് ഈ വീറ്റിന്റെ ഇടയിൽ തന്നെ വേറെ ഏതെങ്കിലും ഗ്രെയിൻസ് പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അത്, ഷ്രങ്കൺ അല്ലെങ്കിൽ ബ്രോക്കൺ ആയിട്ടുള്ള കേണൽസ്, ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള കേണൽസ്, മഡ്, ഡസ്റ്റ്, സ്റ്റോൺസ്, മെറ്റൽ ഒബ്ജക്ട്സ്, ഇങ്ങനെ എന്തെങ്കിലും അൺവാണ്ടഡ് ആയിട്ടുള്ള എക്സ്ട്രേനിയസ് ആയിട്ടുള്ള മാറ്റേഴ്സിനെ നമ്മൾ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്ലീനിങ് ഉള്ള സ്റ്റെപ്പ് കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഏത് കമ്മോഡിറ്റി എടുത്താലും, നമ്മൾ എത്ര നല്ല രീതിയിൽ ഹാർവെസ്റ്റ് ചെയ്ത കമ്മോഡിറ്റി ആണെങ്കിലും അതിൽ ഷുവർ ആയിട്ടും ഇംപ്യൂരിറ്റീസ് ഉണ്ടാവും. നമ്മൾ ഈ ഇംപ്യൂരിറ്റീസിനെ തുടക്കത്തിലേ റിമൂവ് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് പിന്നീട് അങ്ങോട്ട് എഫിഷ്യന്റ് ആയിട്ട് നമുക്ക് വേണ്ട മിൽഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റിന് കിട്ടാൻ വേണ്ടി പറ്റുള്ളൂ. മാത്രമല്ല വേറൊരു കാര്യം നമ്മൾ ക്ലീനിങ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെഷീനിന് ഡാമേജ് ഒന്നും വരാണ്ടിരിക്കാൻ വേണ്ടി. ഇപ്പൊ സ്റ്റോണോ അങ്ങനത്തെ എന്തെങ്കിലും നെയിലോ അതുപോലത്തെ എന്തെങ്കിലുമൊക്കെ പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ നമ്മുടെ മെഷീനെ തന്നെ ഡാമേജ് വരുത്താൻ വേണ്ടി ചാൻസസ് ഉണ്ട്. അപ്പൊ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ ക്ലീനിങ് ചെയ്യുന്നത്. സോ വീറ്റ് ക്ലീനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് വീറ്റ് ക്ലീനിങ് എന്നല്ല, ഏതൊരു അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് എടുത്തു കഴിഞ്ഞാലും അതിന്റെ ക്ലീനിങ്ങിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് അതിന്റെ പ്രോപ്പർട്ടീസ് തന്നെയാണ്. ഓക്കെ, അതിന്റെ എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസിന്റെ ബേസിസിലാണ് നമ്മൾ അതിന്റെ ക്ലീനിങ് ചെയ്യുന്നത്. നമുക്കറിയാം ഒരുപാട് സെപ്പറേറ്റേഴ്സ്, സിലിണ്ടർ സെപ്പറേറ്റേഴ്സ്, ഇന്റൻഡഡ് സിലിണ്ടർ സെപ്പറേറ്റർ, മാഗ്നറ്റിക് സെപ്പറേറ്റർ, സ്പൈറൽ സെപ്പറേറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സെപ്പറേറ്റേഴ്സ് അവൈലബിൾ ആണ്. അപ്പൊ ഇതൊക്കെ യൂസ് ചെയ്യുന്നത് എന്താണ്, ആ ഒരു പെർട്ടിക്കുലർ കോമോഡിറ്റിന്റെ എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസ് ആണ് മേക്ക് യൂസ് ചെയ്യുന്നത്. സോ വീറ്റിന്റെ ക്ലീനിങ്ങിനും വീറ്റിന്റെ പ്രോപ്പർട്ടീസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അതിന്റെ സൈസ്, ഷേപ്പ്, ടെർമിനൽ വെലോസിറ്റി, സ്പെസിഫിക് ഗ്രാവിറ്റി, മാഗ്നറ്റിക് പ്രോപ്പർട്ടി, ഇലക്ട്രോസ്റ്റാറ്റിക് പ്രോപ്പർട്ടി, കളർ, സർഫസ് റഫ്നെസ്, അങ്ങനെ വീറ്റ് ക്ലീനിങ്ങിന്റെ പ്രോപ്പർട്ടീസിന്റെ ബേസിസ് നമുക്ക് പല ടൈപ്പ് ഓഫ് സെപ്പറേറ്റേഴ്സ് അവൈലബിൾ ആണ്. അതിൽ കുറച്ച് എക്സാമ്പിൾസ് ആണ് ഗ്രാവിറ്റി സെപ്പറേറ്റർ അല്ലെങ്കിൽ മാഗ്നറ്റിക് സെപ്പറേറ്റർ എന്നൊക്കെ പറയുന്നത്. ഗ്രാവിറ്റി സെപ്പറേറ്റർ എന്താണ്, സ്പെസിഫിക് ഗ്രാവിറ്റിന്റെ ബേസിസിലാണ് സെപ്പറേഷൻ ചെയ്യുന്നത്. മാഗ്നറ്റിക് സെപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് ദേ സെപ്പറേറ്റ് ഫോറിൻ മെറ്റീരിയൽ സച്ച് ആസ് നെയിൽ പീസസ്, അല്ലെങ്കിൽ നമുക്കറിയാം മാഗ്നറ്റിക് ആയിട്ടുള്ള പാർട്ടിക്കിൾസിനെ സെപ്പറേറ്റ് ചെയ്യാനാണ് ഈ പറഞ്ഞ മാഗ്നറ്റിക് സെപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. ഇനി വീറ്റ് കേണലില് ഡ്രൈ സ്കോറിംഗ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോസസ് ഉണ്ട്. അത് നമ്മൾ ചെയ്യുന്നത് എന്തെങ്കിലും ഡേർട്ട് ഒക്കെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോസസ്സാണ് ഡ്രൈ സ്കോറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, പുറമെ നമ്മളൊരു സ്കോറിംഗ് ഫോഴ്സ് കൊടുത്തിട്ട് അതിലുള്ള ഇംപ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് ഡ്രൈ സ്കോറിംഗ്. ഈ ഡ്രൈ സ്കോറിംഗ് വീറ്റ് ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഇനി കണ്ടീഷനിങ് അല്ലെങ്കിൽ ടെമ്പറിംഗ് നമ്മൾ പറഞ്ഞു, മോയ്സ്ചർ കണ്ടന്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അത് നമ്മുടെ ഗ്രെയിനിന്റെ ഫിസിക്കൽ സ്റ്റേറ്റിനെ ഇംപ്രൂവ് ചെയ്യാനും മില്ലിങ്ങിന് ചെയ്യാൻ സഹായിക്കുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഇതിൽ നിങ്ങൾ അറിയേണ്ട കാര്യം, നമുക്ക് ഒന്നെങ്കിൽ മോയ്സ്ചർ കണ്ടന്റ് ആഡ് ചെയ്യാം അല്ലെങ്കിൽ മോയ്സ്ചർ കണ്ടന്റ് റിമൂവ് ചെയ്യാം. ഐഡിയൽ ആയിട്ടുള്ള വാട്ടർ ആൻഡ് വീറ്റ് ടെമ്പറേച്ചർ ഫോർ ടെമ്പറിംഗ് എന്ന് പറയുന്നത് 25 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, ടെമ്പറിംഗ് അല്ലെങ്കിൽ കണ്ടീഷനിങ് ചെയ്യുന്ന ടെമ്പറേച്ചർ ഫോർ വീറ്റ് എന്ന് പറയുന്നത് 25 ഡിഗ്രി സെൽഷ്യസ് ആണ്. Okay, so what is done in tempering? It includes heating and cooling the grain for a definite period of time in order to obtain desired moisture content and distribution. Okay, നമ്മൾ വെള്ളം ആഡ് ചെയ്തിട്ട് നമ്മൾ പ്രോപ്പർ ആയിട്ട് ഹീറ്റ് ചെയ്ത് പിന്നീട് നമ്മൾ ആ ഗ്രെയിനിനെ കൂൾ ചെയ്ത് ഒരു സ്പെസിഫിക് ഇന്റർവൽ ഓഫ് ടൈമിൽ വെക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഗ്രെയിൻ ആ ഒരു മോയ്സ്ചർ കണ്ടന്റ് അറ്റൈൻ ചെയ്യുന്നവരെ. ഇപ്പോൾ നോട്ട് ചെയ്യേണ്ടത് 25 ഡിഗ്രി സെൽഷ്യസ് എന്നുള്ള ടെമ്പറേച്ചർ ആണ്. ഇനി typical moisture content of tempered wheat and tempering times പറഞ്ഞൊരു ടേബിള് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് പോവാ. ഹാർഡ് സ്പ്രിംഗ് വീറ്റിന്റെ ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ് ഓഫ് ടെമ്പേർഡ് വീറ്റ് എന്ന് പറയുന്നത് 16 to 17% ആണ്. ടെമ്പറിംഗ് ടൈം 36 hours ആണ്. ഹാർഡ് റെഡ് വീറ്റിന്റെ മോയ്സ്ചർ കണ്ടന്റ് എന്ന് പറയുന്നത് 15.5 to 16.5%, ടെമ്പറിംഗ് ടൈം 24 ആണ്. സോഫ്റ്റ് വീറ്റിന് 14.5 to 15.5% ആണ്. ടെമ്പറിംഗ് ടൈം 10 ആണ്.
അറ്റ്ലീസ്റ്റ് ഡ്യൂറം വീറ്റ് ഉണ്ടെങ്കിൽ പഠിച്ചു വെക്കുക. 16 to 17.5% ആണ് ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ് ഓഫ് ടെമ്പേർഡ് വീറ്റ് എന്ന് പറയുന്നത്. ടെമ്പറിംഗ് ടൈം എന്ന് പറയുന്നത് 6 hours ആണ്. ഇനി നമ്മുടെ വീറ്റ് മില്ലിംഗ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മൾ മില്ലിംഗ് ചെയ്യുന്നത് നമുക്ക് വീറ്റിന്റെ ഒരു ഫൈൻ ഫോം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എന്തൊക്കെ ഫൈൻ ഫോം ഓഫ് വീറ്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്? നമുക്കറിയാം വീറ്റ് ഫ്ലോർ, നമ്മുടെ ഗോതമ്പ് പൊടി ഉണ്ട്, പിന്നെ നമുക്ക് ആട്ട അവൈലബിൾ ആണ്, മൈദ ഉണ്ട്, അതുപോലെ സൂചി അല്ലെങ്കിൽ റവ അവൈലബിൾ ആണ്. അപ്പൊ കോമൺലി നമ്മൾ യൂസ് ചെയ്ത് വരുന്ന വീറ്റിന്റെ മിൽഡ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ വീറ്റിന്റെ പൊടി, അതുപോലെ മൈദ, ആട്ട, സൂചി അല്ലെങ്കിൽ റവയാണ്. സോ ഹോൾ വീറ്റ് ഫ്ലവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള, അപ്പൊ ഇതൊക്കെ ആക്ച്വലി നമ്മളിങ്ങനെ പറയാറില്ലേ, ആട്ട തന്നെയാണോ വീറ്റ്, മൈദ, ആട്ട ഒക്കെ ഇതൊക്കെ സെയിം ആണ്? നമുക്ക് ഇപ്പോഴും ഡൗട്ട് വരാറുണ്ട് അല്ലെ? സോ നമുക്ക് ഓൾറെഡി നമുക്ക് അറിയുന്ന ഒരു കാര്യമായിരിക്കാം, ഹോൾ വീറ്റ് ഫ്ലവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമൽ നമ്മൾ ഗോതമ്പ് പൊടി, നമ്മൾ വീട്ടില് ഗോതമ്പ് വാങ്ങി ഉണക്കി പൊടിച്ചെടുക്കുന്നില്ലേ, അതാണ് ഹോൾ വീറ്റ് ഫ്ലവർ. ഓക്കെ, അതിൽ ഫൈൻലി ഗ്രൗണ്ട് ബ്രാൻ ഉണ്ടാവും, അതിന്റെ ജേം ഉണ്ടാവും, അതുപോലെ തന്നെ എൻഡോസ്പെർമും ഉണ്ടാവും. ഓക്കെ, ഹോൾ വീറ്റ് ഫ്ലവറിന് ഒരു ഡിസ്റ്റിങ്ക്റ്റീവ് ഫ്ലേവറും ഉണ്ടാവും, കോഴ്സ് ടെക്സ്ചറും ഉണ്ടാവും. ഓക്കെ, ബിക്കോസ് ഓഫ് ദ ഹൈ ഫാറ്റ് കണ്ടന്റ് ഓഫ് ദ ജേം, whole wheat flour is difficult to keep and sometimes become rancid in storage. ഈ മൈദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മൈദ എന്താണ്? നമ്മുടെ ജേമും ബ്രാനും ഒക്കെ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന വൈറ്റ് ഫ്ലോറിനെയാണ് നമ്മൾ മൈദ എന്ന് പറയുന്നത് അല്ലെ. ഇറ്റ് ഈസ് മോർ ബ്ലാൻഡ് ഇൻ ടേസ്റ്റ് ആൻഡ് ഈസിലി ഡൈജസ്റ്റഡ്. ഓക്കെ, മൈദ വീറ്റിനെ പോലെ ആ ഒരു ക്യാരക്ടറിസ്റ്റിക് വീറ്റ് ഫ്ലേവർ ഒന്നും മൈദക്ക് ഉണ്ടാവില്ല. അതിൽ നമ്മൾ ബ്രാൻഡ് ജേം ഒക്കെ റിമൂവ് ചെയ്തിട്ട് ആ ഒരു വൈറ്റ് ഫ്ലോർ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇറ്റ് ക്യാൻ ബി സ്റ്റോർഡ് ഇൻ എയർ ടൈറ്റ് കണ്ടെയ്നർ ഇൻ റെഫ്രിജറേറ്റർ. ഈ പറഞ്ഞ റാൻസിഡിറ്റിന്റെ പ്രശ്നം മൈദയിൽ വരില്ല, കാരണം അതിലെ ജേം ഒക്കെ നമ്മൾ റിമൂവ് ചെയ്തിട്ടാണ് മൈദ പ്രിപ്പയർ ചെയ്യുന്നത്. ഈ ഉള്ളതാണ് സെമലീന. സെമലീന നമുക്കറിയാം, വളരെ കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സെമലീന, അല്ലെങ്കിൽ നമ്മൾ റവ എന്ന് പറയുന്നത്. സെമലീന എന്ന് പറയുന്നതാണ്, ഇറ്റ് ഇസ് ക്ലോസ്ലി ഗ്രൗണ്ട് എൻഡോസ്പെർം. ഓക്കെ, ആട്ടന്റെ അല്ലെങ്കിൽ മൈദന്റെ അത്രയും ഫൈൻ ആയിരിക്കില്ല, കുറച്ചുകൂടി ഇറ്റ് ഇസ് ജസ്റ്റ് ക്ലോസ്ലി ഗ്രൗണ്ട് എൻഡോസ്പെർം ആണ്. അതിന്റെ കോമ്പോസിഷൻ നമ്മുടെ ആട്ടനായിട്ട് വളരെ സിമിലർ ആണ്. It is used for the manufacture of macaroni product. It is roasted before storing to save it from insect and corn. നമുക്കറിയാം, നമ്മുടെ വീടുകളൊക്കെ ചെയ്യുന്നതാണ്, ചെറുതായിട്ട് വറുത്തിട്ടാണ് നമ്മൾ എപ്പോഴും സ്റ്റോർ ചെയ്ത് വെക്കാറ്. അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ കാണാറുണ്ട് അതിങ്ങനെ കട്ടകട്ടയൊക്കെ എടുക്കുന്നത് കാണാറുണ്ട്. ബിക്കോസ് ഓഫ് ദി ഇൻസെക്ട് അറ്റാക്ക് അല്ലെങ്കിൽ ഫംഗൽ അറ്റാക്സ് ഒക്കെ വരാൻ വളരെ ഈസിയാണ് സെമലീനയില്. ഇനി നമ്മുടെ മറ്റൊരു പ്രോഡക്റ്റ് ആണ് ഹാൻഡ് മെയ്ഡ് വെർമിസിലി. വെർമിസിലി അഗൈൻ വളരെ കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്നതാണ്, നമ്മൾ പായസം പ്രിപ്പറേഷൻസിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് വെർമിസിലി. ഈ ഹാൻഡ് മെയ്ഡ് വെർമിസിലി എന്ന് പറഞ്ഞാൽ നമ്മൾ മൈദ തന്നെയാണ്, അതിന് നമ്മൾ ഫൈൻ ത്രെഡ് ഫോമിലേക്ക് ആക്കുന്നതിനാണ് നമ്മൾ വെർമിസിലി എന്ന് പറയുന്നത്. ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ഡെസേർട്സ്, സ്വീറ്റ് ഡെസേർട്സിനൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് വെർമിസിലി യൂസ് ചെയ്യുന്നത്. ദിസ് ഇസ് എ വെരി സിമ്പിൾ പ്രോസസ് ഓഫ് മേക്കിംഗ് വെർമിസിലി. അതിന് കോസ്റ്റ്ലി മെഷീനറിയോ എക്വിപ്മെന്റോ ഒന്നും ആവശ്യമില്ല.